വെൽക്കം ടു ഇമ്പൾ. സോ നമുക്ക് പെപ്റ്റിക് അൾസർ പഠിച്ചാലോ? ഭയങ്കര സിമ്പിളാട്ടോ, ഒന്നുമില്ല. നമ്മുടെ വയറിനകത്ത് ക്രോണിക് ലീഷൻസ് ഉണ്ടാകുന്നു. അത് കാരണം നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും, കുറേ സോഴ്സുകൾ വരും, ഇൻഫ്ലൈറ്റ് ആകുന്നു, ഡൈജസ്റ്റ് സിസ്റ്റം അടിപൊളിയായിട്ട് നശിച്ചു പോകുന്നു. ഈ ഒരു പരിപാടിയാണ്. സോ നമുക്ക് ഇത് ടൈപ്പ് ഉണ്ട്, സിംറ്റംസ് ഉണ്ട്, ബ്ലീഡിംഗ് ഒക്കെ വരും കേട്ടോ. അതൊക്കെ നോർമലി ഉള്ളതാണ്. സോ ടൈപ്പ് ഓഫ് അൾസർ പറഞ്ഞാൽ അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. ഇത് എല്ലാ അസുഖത്തിനും അക്യൂട്ടും ക്രോണിക്കും നോർമലി ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാ അസുഖത്തിനും അക്യൂട്ടും ക്രോണിക് ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സോ അക്യൂട്ട് എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മ്യൂക്കോസ് എറോഷൻ ആണ്. നമ്മുടെ ഇൻഡസ്ട്രൈനകത്തും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തൊക്കെ മ്യൂക്കസ് ഉണ്ടാവുമല്ലോ, മ്യൂക്കോസൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു മ്യൂക്കോസൽ സെല്ലുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡാമേജ് ആയി പോകും കേട്ടോ. സോ ബേസിക്കലി നമുക്ക് സ്ട്രെസ് കാരണമോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന കാരണമോ ആൽക്കഹോള് കോഫി ഒക്കെ കാരണമായിരിക്കും നമുക്ക് അക്യൂട്ട് വരിക കേട്ടോ. സോ ക്രോണിക് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി ഒരു സിവിയർ ആണ്, കൂടുതലും ആണുങ്ങളിലാണ് കാണുക. ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്യാസ്ട്രിക് അൾസറേഷൻ വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുന്നു, ഒന്നും കഴിക്കാൻ പറ്റാണ്ട് വരിക. സോ H. പൈലോറി ഇൻഫെക്ഷൻ, ഇതൊരു ഇൻഫെക്ഷനാണ്, ബാക്ടീരിയ കോസിങ് ആണ്. സോ H. പൈലോറി ആയിട്ടുള്ള ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ മ്യൂക്കസ് സെക്രീഷൻ ഇഷ്യൂസ് കാരണം പ്രോപ്പറായിട്ട് മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിങ് ജനറ്റിക് ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്ന കണ്ടീഷനൊക്കെയാണ് ക്രോണിക് പെപ്റ്റിക് അൾസർ പറയുക. സോ അക്യൂട്ട് ക്രോണിക്കോ ഉണ്ട്, ഇത് വായിച്ച് ആർക്ക് മനസ്സിലാവുന്ന കാര്യം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. സോ കോസ് ഓഫ് പെപ്റ്റിക് അൾസർ. സോ എങ്ങനെയാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാവുന്നത്? ഫസ്റ്റ് വൺ ഈസ് H. പൈലോറി ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞതുപോലെ H. പൈലോറി പോലുള്ള ബാക്ടീരിയ നമ്മുടെ വയറിനകത്ത് കയറിയിട്ട് കുഞ്ഞു കുഞ്ഞു കോളനിയൊക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പെപ്റ്റിക് അൾസർ ഉണ്ടാവുന്നു. രണ്ട്, മ്യൂക്കോസൽ സെക്രീഷൻ ഡിസ്റ്റർബൻസ് ആണ്. സോ നമ്മുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി, നമുക്കൊരു മ്യൂക്കോസൽ ബാരിയർ ഉണ്ട്. ആ മ്യൂക്കോസൽ ബാരിയറിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലും മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാവുന്നു. ഇനി ആസിഡ് പെപ്സിൻ സെക്രീഷൻ ആണ്. ഇംബാലൻസ് ആയിട്ട് ആസിഡും പെപ്സിനും ഉണ്ടാവുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് കൂടുതൽ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ആവുകയും അങ്ങനെ നമുക്ക് അൾസർ വരുന്നു, ഡിയോഡൽ അൾസർ വരുന്നു. ആൻഡ് അതർ ഫാക്ടേഴ്സ് ആണ് നമുക്ക് സ്ട്രെസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, മെഡിക്കൽ കണ്ടീഷൻ കാരണം നമുക്ക് വരാം. സോ ഇത്രയും കാര്യം എവിടെ പറഞ്ഞു അല്ലെ, അക്യൂട്ടിലും ക്രോണിക്കിലും ഞാൻ പറഞ്ഞു. അതിനെ ജനറലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പെപ്റ്റിക് അൾസറിന്റെ കോസ് പറയുന്നത്. സോ എളുപ്പമാണ്, ഒന്നുമില്ല കേട്ടോ. സോ ഡിഫക്റ്റീവ് മെക്കാനിസം. സോ നമുക്ക് നമ്മുടെ വയറ്റിൽ തന്നെ ഒരുപാട് ഡിഫക്റ്റീവ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ വയറ്റിനകത്ത് ആസിഡ് ഉടപ്പുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിച്ചു, നമ്മുടെ വയറ്റിൽ ആസിഡ് ഉണ്ട്. ഈ ആസിഡ് ഒരു എന്താ പറയുക, നമ്മുടെ ദേഹത്തൊക്കെ വീണാൽ പൊള്ളിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒഴിച്ചാൽ അതൊക്കെ തുരന്നൊക്കെ പോകും കേട്ടോ. അപ്പം ഈ ഒരു ആസിഡിൽ നിന്ന് നമ്മളെ വയറ്റിനെ സംരക്ഷിക്കുന്നത് ഈ മ്യൂക്കോസൽ ബാരറാണ്. അത് മാത്രമല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഡിഫൻസീവ് മെക്കാനിസം. ദ ഫസ്റ്റ് വൺ ഈസ് മ്യൂക്കസ് സെക്രീഷൻ. സോ നമ്മുടെ എപ്പിത്തൽ സെൽസുകൾ നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്റ്റൊമക്കിൻ്റെ ലൈനിങ് ആയിട്ട് വന്നിരിപ്പുണ്ട്. സോ ബൈകാർബണേറ്റ് ബഫർ, നമ്മുടെ ബോഡിയിൽ ഒരു ബൈകാർബണേറ്റ് ബഫർ ഉണ്ട്. സോ അത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡ്സിനൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ആക്കി വെക്കുന്നു. രണ്ട്, റാപ്പിഡ് എപ്പിത്തൽ റീജനറേഷൻ ആണ്. ഒരിക്കൽ നശിച്ചു പോയാലും അല്ലെങ്കിൽ ചീത്തയായി പോയി കഴിഞ്ഞാൽ തന്നെയും എന്ത് ചെയ്യുന്നു, അവിടെ റാപ്പിഡായിട്ട് വീണ്ടും ആ ഡാമേജ് മാറ്റണം അല്ലേ, അവിടെ തിരിച്ച് ക്യുക്കായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നെക്സ്റ്റ്, മ്യൂക്കോസൽ ബ്ലഡ് ഫ്ലോ ആണ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ആവശ്യമാണ്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹൈഡ്രോജൻ അയോൺസ് ഒക്കെ മാറ്റി നമുക്കൊരു ഹെൽത്തി pH മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിഫൻസീവ് മെക്കാനിസം ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മ്യൂക്കോസൽ സെക്രീഷൻ എങ്കിലും എഴുതാൻ മറന്നു പോകരുത്, ബൈകാർബണേറ്റ് ബഫർ എഴുതുക. ബാക്കി രണ്ടും എഴുതിയാലും കുഴപ്പമില്ല, അത് രണ്ടും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സോ മ്യൂക്കസ് സെക്രീഷനും ബൈകാർബണേറ്റ് ബഫർ എഴുതുക. സോ എപ്പിത്തൽ ഡാമേജിൻ്റെ കാര്യം റീജനറേഷൻ ചെയ്യണം, ഡാമേജ് റീജനറേഷൻ ചെയ്യേണ്ട സമയമുണ്ട്, റീജനറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. സോ അഗ്രസീവ് ഫാക്ടേഴ്സ്. സോ നമ്മുടെ ഗ്യാസ്ട്രിക് HCl സെക്രീഷൻ ഉണ്ട്. സോ നമ്മുടെ പാരറ്റൽ സെൽസുകളിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഫസ്റ്റ് അനാട്ടമി പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇല്ല, നശിച്ചു പോയാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ടിഷ്യൂ ഒക്കെ ഡാമേജ് ആയി പോകും. പിന്നെ പെപ്സിൻ സെക്രീഷൻ, നമ്മുടെ എൻസൈം പെപ്സിൻ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ മ്യൂക്കസ് ലെയറില്ലേ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് നമ്മുടെ, ഞാൻ പറഞ്ഞുതരാം, പെപ്സിൻ്റെ എൻസൈം പ്ലസ് HCl ഗീവ്സ് എന്താ, ഡിസ്ട്രക്ഷൻ ഓഫ് മ്യൂക്കസ് മെമ്പറൈൻ. ഓക്കെ, അത് പ്രശ്നം തന്നെയാണ്. ആൻഡ് H. പൈലോറി. സോ H. പൈലോറി ബാക്ടീരിയ നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസ് ലെയർ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അൾസറേഷൻ ഉണ്ടാക്കുന്നു. സിമ്പിളാണ്, ഒന്നുമില്ല അല്ലേ. സോ ഫാക്ടേഴ്സ് ആണ് NSAID യൂസ്, അതായത് നമുക്ക് നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഒരുപാട് വേദന ഗുളികകൾ കഴിക്കുന്ന, ഒരുപാട് പാരസ്റ്റമോൾ, ഒരുപാട് ആസ്പിരിൻ കഴിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് എപ്പോഴും പെപ്റ്റിക് അൾസർ ഉണ്ടായിരിക്കും. ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, കള്ള് കുടിക്കുന്ന ആൾക്കാർ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, സ്റ്റീറോയിഡ്സ് ഇല്ലേ, ഒരുപാട് സ്റ്റീറോയിഡ്സുകൾ ഈ NSAIDയുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ത് വരും,
പെപ്റ്റിക് അൾസർ വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നടക്കുന്ന കാര്യങ്ങളാണ്. സിംറ്റംസ് എന്താ? ഉറപ്പായിട്ടും പെപ്റ്റിക് അൾസർ വരുമ്പോൾ വയറ് വേദനിക്കും അല്ലേ? എപ്പിഗാസ്ട്രിക് പെയിൻ എന്തായാലും ഉണ്ടായിരിക്കും. രാത്രിയൊക്കെ ഭയങ്കര ഉണ്ടാവും കേട്ടോ. രാത്രി ഒരു ആഹാരമൊക്കെ കഴിച്ച് ഒരു 1, 2, 3 മണിക്കൂർ ആകുമ്പോൾ ഭയങ്കര വേദന. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല സാറേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സാറേ എന്നൊക്കെ ഒരുപാട് പേര് പറയാറില്ലേ? അതുപോലെ എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ടാവും. ആൻഡ് ഡൈജസ്റ്റ് ഡിസ്കംഫർട്ട് ഉണ്ടാവും. നമുക്ക് നൗസിയ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ബ്ലീച്ചിങ് ഉണ്ടാവും. കാരണം നമ്മുടെ വയറിനകത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഇല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ആഹാരം കഴിക്കാൻ പറ്റുമോ? വെയിറ്റ് ലോസ് ഉണ്ടാവില്ലേ? ആൻഡ് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഉറപ്പായിട്ടും ഈ ആസിഡ് വന്ന് ഡിസ്ട്രക്ട് ചെയ്ത് എല്ലാം അടിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതും അവിടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണ്? എപ്പിഗാസ്ട്രിക് പെയിൻ, ഡൈജസ്റ്റീവ് ഡിസ്കംഫർട്ട്, വെയിറ്റ് ലോസ് ആൻഡ് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ. സോ പാത്തോഫിസിയോളജി ഓഫ് H. pylori ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്ടീരിയ വരുന്നു, കോളനി ഉണ്ടാക്കുന്നു, നമ്മളവിടെ മ്യൂക്കസിനെ നശിപ്പിച്ച് കളയുന്നു അല്ലേ? സോ ബേസിക്കലി H. pylori എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. സോ ഇത് നമ്മൾ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ആൻഡ് കോളനൈസ് ദ സ്റ്റൊമക് ലൈനിങ്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്സിലൊക്കെ ഈ H. pylori വന്നിങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കും. ആൻഡ് എൻസൈം പ്രൊഡക്ഷൻ. ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻസൈം ലൈക്ക് യൂറിയാസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ചെയ്യും? യൂറിയാസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ യൂറിയ എന്ത് ചെയ്യും? അമോണിയയും കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. യൂറിയ എന്ത് ചെയ്യുന്നു? യൂറിയ അമോണിയയും കാർബണേറ്റുമായിട്ട് കൺവേർട്ട് ആവുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അസിഡിക് എൻവയോൺമെന്റിലും വരും. എന്തോ കാര്യങ്ങൾ വന്നു? യൂറിയ ഇസ് കൺവേർട്ടഡ് ഇൻടു അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അസിഡിക് എൻവയോൺമെന്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? മ്യൂക്കോസൽ ഡാമേജ് ഉണ്ടാവും. അമോണിയ ഡയറക്റ്റ്ലി മ്യൂക്കസ് മെമ്പറേനെ നശിപ്പിച്ചങ്ങ് കളയും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അൾസർ ഫോം ചെയ്യുന്നു. പിന്നെ ആരാളുള്ള അവിടെ? ആസറ നശിച്ചു പോയില്ലേ? അപ്പോൾ ഒന്നും കൂടെ പറയാം. ബാക്ടീരിയ വരുന്നു, ലൈനിങ്ങിലിരിക്കുന്നു, യൂറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, യൂറിയ കൺവേർട്ട് ടു അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് കാർബൺ വിച്ച് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് മ്യൂക്കോസൽ ഡാമേജ് ആൻഡ് അൾസർ ഫോർമേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പെപ്റ്റിക് അൾസർ. സോ NSAID അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലുള്ളൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇത് ഫർദർലി ഫാർമക്കോളജി ആണ്. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഫാർമക്കോളജി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. NSAID പോലുള്ള ആസ്പിറിനൊക്കെ കൊടുക്കുവാണെങ്കിൽ, COX 1, COX 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മ്യൂക്കോസൽ ബാരിയർ നശിച്ചു പോകും കേട്ടോ. പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷൻ ആണ്. സോ ദിസ് ഇൻഹിബിറ്റ് ലീഡ് ടു റെഡ്യൂസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷൻ വിച്ച് നോർമലി ഹെൽപ്പ് കൺട്രോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ. നമ്മളെ ബോഡിയിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. അപ്പോൾ അത് കുറയുമ്പോൾ എന്ത് സംഭവിക്കുക? വീണ്ടും നമുക്ക് പണി കിട്ടും അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് മ്യൂക്കോസൽ ഡാമേജ്. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല? റെഗുലേഷൻ നടക്കില്ല എന്നുള്ളതാണ്. സോ മ്യൂക്കോസൽ ഡാമേജിൽ നമ്മുടെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയുമ്പം നമ്മുടെ മ്യൂക്കോസൽ ലൈനിങ്ങിൽ ഒരുപാട് ആസിഡുമായിട്ട് കോൺടാക്ട് വരുന്നു. ആസിഡ് കോൺടാക്ട് വരുമ്പോൾ സംഭവിക്കുന്നു? അൾസർ ഫോം ചെയ്യുന്നു. സോ NSAID ആര് ചെയ്യുന്നു? COX 1, COX 2 എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അത് കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ കുറയുന്നു. അത് കാരണം മ്യൂക്കോസൽ ഡാമേജ് വരുന്നു. അത് കാരണം അൾസറിന് വരുന്നു. അങ്ങനെ പെപ്റ്റിക് അൾസർ ആകുന്നു. എളുപ്പമാണ്. സോ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണ്. സോ ബേസിക്കലി ഇത് നമുക്ക് സൈക്കോളജിക്കലാണ്. സ്ട്രെസ് കൂടുമ്പം എനർജി കൺസപ്ഷൻ കൂടുകയാണ് ചെയ്യുക. സോ ഇൻക്രീസ്ഡ് ഗ്ലൈക്കോളിസിസ് റെഗുലേറ്റ് ബൈ കോർട്ടിസോൾ. അവിടെ എന്ത് സംഭവിക്കുക? ഇൻക്രീസ്ഡ് ഗ്ലൈക്കോസൈഡ് ഇൻക്രീസ് ആവുന്നു, റെഗുലേറ്റ് ബൈ കോർട്ടിസോൾ. സോ ബേസിക്കലി ഗ്ലൈക്കോസൈഡ് നമ്മുടെ ബോഡിയിൽ കൂടുകയാണ് ചെയ്യുക. സോ ഹോർമോൺ ചേഞ്ച് വരുന്നു. കോർട്ടിസോൾ ഫോസ്ഫോലിപ്പേസ് A2 കുറയ്ക്കുന്നു. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ റെഡ്യൂസ് ആകുന്നു ആൻഡ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കൂടുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? പണി കിട്ടുന്നു. ഒന്നും കൂടെ പറയാം. സ്ട്രെസ് കൂടുമ്പോൾ ഫോസ്ഫോലിപ്പേസ് A2 ഇൻഹിബിറ്റ് ആവുന്നു, കോർട്ടിസോൾ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? പ്രോസ്റ്റാഗ്ലാൻഡിൻ കുറയുന്നു ആൻഡ് അങ്ങനെ പണി കിട്ടുന്നു. അരക്കിനോയിക് ആസിഡ് എന്ത് ചെയ്യുന്നു? കുറയാണ് ചെയ്യുക. സോ ബേസിക്കലി ഇതൊക്കെ ഫാർമക്കോളജിയാണ്. ഇത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അത്ര വലിയ പ്രശ്നമില്ല. സ്ട്രെസ് കാരണം കോർട്ടിസോളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഫോസ്ഫോലിപ്പേസ് A2. അങ്ങനെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കൂടുന്നു. അങ്ങനെ പെപ്റ്റിക് അൾസർ വരുന്നു എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി സ്റ്റെറോയിഡ് ഇൻഡ്യൂസ്ഡ് ആണ്. NSAID പോലെ തന്നെയാണ്. സ്റ്റെറോയിഡ്സ് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സ് ഇല്ലേ, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് സെൽ മെമ്പറിൻ ഫോസ്ഫോലിപ്പിഡിനെ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ സെല്ലിൽ സ്റ്റെറോയിഡ്സിൻ്റെ ഫോസ്ഫോലിപ്പിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫോലിപ്പിഡിനെ ഇൻഹിബിറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് ഫോസ്ഫോലിപ്പേസ് എൻസൈമിനെ കൂടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ അരക്കിനോയിക് ആസിഡ് റിഡക്ഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അരക്കിനോയിക് ആസിഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ കുറയും.
ഒന്നും കൂടെ പറയാം, അരക്നോയിക് ആസിഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോസ്റ്റഗ്ലാൻഡിനും കൂടെ കുറയും. ഈ ഒരു സെയിം മെക്കാനിസമാണ് ഇവിടെയുള്ളത്, പക്ഷേ ഇവിടെ ഹോർമോൺ കാരണമാണെന്നേ ഉള്ളൂ. ബാക്കി രണ്ടും സെയിം ആണ്. അപ്പോൾ ഫോസ്ഫോലിപ്പേസ് ഇൻഹിബിഷൻ നടക്കുന്നു, അരക്നോയിക് ആസിഡ് റിഡക്ഷൻ നടക്കുന്നു, ആൻഡ് ഫോസ്റ്റോഗ്ലാൻഡിൻ ഡിക്രീസ് ആവുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, മ്യൂക്കോസൽ പ്രൊട്ടക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നമുക്ക് പണി കിട്ടുന്നു. ഇതാണ് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. സോ ബ്ലഡ് ഗ്രൂപ്പ് O ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ പാരറ്റൽ സെൽ സൈസ് ആണ്. ചില സമയത്ത് ജനറ്റിക് ആയിട്ട് ചില ആൾക്കാരുടെ പാരറ്റൽ സൈസിൻ്റെ സൈസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആസിഡ് പ്രൊഡക്ഷൻ വീണ്ടും കൂടുകയാണ് ചെയ്യുക. ആൻഡ് ഇൻക്രീസ് HCl സെക്രീഷൻ. ചില ആൾക്കാരിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ മ്യൂക്കോസൽ ഡാമേജ്. സോ ഹൈ ലെവൽ ആസിഡ് വന്നാൽ ഉറപ്പായിട്ടും മ്യൂക്കോസൽ ലൈനിങ് ഒക്കെ നശിച്ചു പോവുകയും അങ്ങനെ അൾസർ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്. സോ ബ്ലഡ് ഗ്രൂപ്പ് O, പാരറ്റൽ സെൽ സൈസ് ആൻഡ് ഇൻക്രീസ്ഡ് HCl സെക്രീഷൻ ആൻഡ് മ്യൂക്കോസൽ ഡാമേജ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സൊലിഞ്ചോ എലിസൺ സിൻഡ്രോം ആണ്. സോ ബേസിക്കലി ഇത് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്, പക്ഷേ ഇച്ചിരി ടഫും ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ട്യൂമർ ഫോർമേഷൻ ആണ്. സോ ZES ഇൻവോൾവ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ട്യൂമർ ഇൻ ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ സെൽ. അതായത് നമ്മുടെ വയറ്റിനകത്ത് ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ സെൽ ഉണ്ടാവുമല്ലോ, ആ സെല്ലിലേക്ക് എന്തെന്ന് ട്യൂമർ ഫോം ചെയ്യുന്നു ബൈ സൊലിഞ്ചോ എലിസൺ സിൻഡ്രോം കാരണം, അല്ലെങ്കിൽ സൊലിഞ്ചൻ എലിസൺ സിൻഡ്രോം കാരണം നമ്മുടെ വയറ്റിനകത്ത് എന്ത് നടക്കുന്നു, ട്യൂമർ ഫോം ചെയ്യുന്നു. സോ അബ്നോർമൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ട്യൂമർ കാരണം അബ്നോർമൽ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഉണ്ടാവുന്നു. ആൻഡ് പാരറ്റൽ സെൽ സ്റ്റിമുലേഷൻ. ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പാരറ്റൽ സെല്ലെല്ലാം സ്റ്റിമുലേറ്റ് ആവുകയും അങ്ങനെ ആസിഡ് സെക്രീഷൻ കൂടുകയും അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ മ്യൂക്കോസൽ ലൈനിങ് ഒക്കെ നശിച്ചു പോയിട്ട് നമുക്ക് പെപ്റ്റിക് അൾസർ വരുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, സൊലിഞ്ചോ എലിസൺ സിൻഡ്രോം ഒന്നേ ഉള്ളൂ, എന്തുണ്ടാവുന്നു, ഒരു ട്യൂമർ ഫോം ചെയ്യുന്നു. അത് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. സോ ഡയഗ്നോസ് ആണ്, റേഡിയോളജി ഡയഗ്നോസ് ചെയ്യാം, എക്സ്റേ ഒക്കെ ചെയ്ത് നമുക്ക് നോക്കാം, ലബോറട്ടറി ചെയ്യാം, യൂറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. യൂറിയ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്, യൂറിയ ഫോം ചെയ്യുന്നു, ഇറ്റ് ലീഡ്സ് ടു അമോണിയ ആയിട്ട് മാറുന്നു, കാർബൺ ഡൈഓക്സൈഡ് നോക്കുന്നു. അപ്പോൾ യൂറിയ നോക്കിയാൽ പോരെ. ആൻഡ് H. pylori നമുക്ക് നോക്കാൻ പറ്റും. ബ്ലഡ് ആൻഡ് സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാം, H. pylori ഇൻഫെക്ഷൻ നമുക്ക് ചെയ്യാം, എൻഡോസ്കോപ്പി ചെയ്യാം, അകത്തേക്ക് നമ്മൾ ക്യാമറയൊക്കെ ഇറക്കിയിട്ട് നോക്കില്ലേ, ആ പരിപാടി, ബയോപ്സി നമുക്ക് ചെയ്യാം, സാമ്പിളിംഗ് ഒക്കെ എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും. സോ ബേസിക്കലി പെപ്റ്റിക് അൾസറിന് എയർലി ഡിറ്റക്ഷനും മാനേജ്മെൻറ്റും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ചെറിയൊരു സിംറ്റം കാണുവാണെങ്കിൽ തന്നെ നമ്മൾ നോക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് പെപ്റ്റിക് അൾസറിൽ? എന്താ പെപ്റ്റിക് അൾസർ പറഞ്ഞു. സോ സൊളഞ്ചിയൽ ട്യൂമർ ഫോം ചെയ്യുന്നു. ജനറ്റിക് ആണെങ്കിൽ ഓൾറെഡി നമുക്ക് സെക്രീഷൻസ് കൂടുന്നു, O ഗ്രൂപ്പുകാർക്ക് കാണാറുണ്ട്. ആൻഡ് സ്റ്റിറോയിഡ് ആണെങ്കിൽ അരക്നോയിക് ആസിഡ് പ്രോസ്റ്റഗ്ലാൻഡിൻ ഉണ്ടാവുന്നു. ആൻഡ് സ്ട്രെസ് ആണെങ്കിൽ അരക്നോയിക് ആസിഡ് പ്രോസ്റ്റഗ്ലാൻഡിൻ അത് ഉണ്ടാവുന്നു. ഡ്രഗ് ഇൻട്രാക്ഷനും സെയിം തന്നെ, മ്യൂക്കോസൽ ഡാമേജ്, എല്ലാം ലാസ്റ്റ് മ്യൂക്കോസൽ ഡാമേജ് ആൻഡ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഡാമേജ് ആണ്. ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ H. pylori ആണെങ്കിൽ അമോണിയ, കാർബൺ ഡൈഓക്സൈഡ്, കാർബൺ ഉണ്ടാവുന്നു. ആൻഡ് സിംറ്റംസ് ഓൾറെഡി പറഞ്ഞു, ക്രോണിക് ഉണ്ട്, അക്യൂട്ട് ഉണ്ട്. സോ എളുപ്പമല്ലേ, ഒന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.